തോമസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEBയുടെ ജൂനിയർ ക്ലർക്ക് പരീക്ഷയോടനുബന്ധിച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ അക്കൗണ്ടൻസി സംബന്ധമായ ചില സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറുകളുമാണ് പറയുന്നത്. നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മീൻസ്. ഓപ്ഷൻസ് ഉണ്ട്: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ആൻസർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മീൻസ് ലയബിലിറ്റി എന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റ് ഈസ് എ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട്, സമ്മറി, നൺ ഓഫ് ദീസ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്. പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ലയബിലിറ്റി, ഡെപ്പോസിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഇൻകം. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്സ് ഡെപ്പോസിറ്റാണ്. ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, അതുപോലെ പാസ്ബുക്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലുമാണ് ഡെപ്പോസിറ്റിനെ സൂചിപ്പിക്കുക. നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഷോൺ ഇൻ ഡാഷ് സൈഡ്. ഒരു സഹകരണ സംഘത്തിൻ്റെ നെറ്റ് ലോസ് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലാണ് കാണിക്കുക? ഡെബിറ്റ്, ക്രെഡിറ്റ്, അസറ്റ്സ്, ലയബിലിറ്റി. ബാലൻസ് ഷീറ്റ് ആവുകൊണ്ട് അസറ്റ് സൈഡിലാണ്. ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഡാഷ് എക്സ്പെൻസ്. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി വലിയ തുകകൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള എക്സ്പെൻസാണ്? റവന്യൂ എക്സ്പെൻസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ്, ക്യാപിറ്റൽ എക്സ്പെൻസ്, ലോങ് ടേം എക്സ്പെൻസ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ശരി. അക്കൗണ്ട്സ് പേയബിൾ ഈസ് എ ഡാഷ് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി, ഫ്ലെക്സിബിൾ ലയബിലിറ്റി. അക്കൗണ്ട്സ് പേയബിൾ ഈസ് എ കറണ്ട് ലയബിലിറ്റി. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്, പണം കൊടുക്കാനുള്ളത്. ഇൻ ബിസിനസ്, ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ റീസെയിൽ പർപ്പസ് ഈസ് ആൻ എക്സ്പെൻസ്, ലോസ്, ഇൻകം, ലയബിലിറ്റി. രണ്ടാമത് വിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് എക്സ്പെൻസാണ്. ബാഡറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ബാഡറ്റ് അക്കൗണ്ട് ഈസ് പേഴ്സണൽ, റിയൽ, നോമിനൽ, ടാഞ്ചിബിൾ. ബാഡറ്റ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ്. എൻറ്റിറ്റി, മാച്ചിങ്, കൺസർവേറ്റിസം, ഡ്യുവൽ ആസ്പെക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കൺസർവേറ്റിസമാണ്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസർവേറ്റിസം കൺസെപ്റ്റ്. സെയിൽസ് ലെഡ്ജർ കണ്ടെയ്ൻസ് അക്കൗണ്ട്സ് ഓഫ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, നൺ ഓഫ് ദീസ്. സെയിൽസ് ലെഡ്ജർ എന്തിൻ്റെ അക്കൗണ്ടാണ് കാണിക്കുക? ഡെറ്റേഴ്സിൻ്റെ, പണം തരാനുള്ളവരുടെ അക്കൗണ്ടാണ് സെയിൽസ് ലെഡ്ജർ കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് എ ഡാഷ് എക്സ്പെൻസ്, ലയബിലിറ്റി, ആൻറ്റിസിപ്പേറ്റഡ് ഇൻകം, അസറ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് തന്നിരുന്നാൽ അത് ലയബിലിറ്റിയാണ്, ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ ഓൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട്സ്. പെർമനൻറ്റ്, റിയൽ, ടെമ്പററി, ടാഞ്ചിബിൾ. അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ ഓൾസോ കോൾഡ് ടെമ്പററി അക്കൗണ്ട്സ് എന്നാണ്. കാര്യം റവന്യൂ അതുപോലെ എക്സ്പെൻസ് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട്സ് ആർ ടെമ്പററി അക്കൗണ്ട്സ്. പേഴ്സണൽ ആൻഡ് റിയൽ അക്കൗണ്ട്സ് ആർ പെർമനൻറ്റ് accounts. If wages paid is wrongly recorded in salary account, it is an example of dash error. Omission, principal, duplication, compensating. വേജസ് കൊടുത്തത് തെറ്റായിട്ട് സാലറി അക്കൗണ്ടിൽ എഴുതി വെച്ചു. അത് എന്ത് തരം തെറ്റാണ്? എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഗീവൺ ആസ് ഫ്രീ സാമ്പിൾ is credited in dash account. Sales, purchases, stock, advertisement. Stock of goods given as free sample is credited in purchases account. Purchase account
ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് ബേസ്ഡ് വേജസ് ഈസ് നോൺ ആസ് ടൈം വേജസ്, പീസ് റേറ്റ് വേജസ്, ഓൾ ഓഫ് ദ അബവ്. ഔട്ട്പുട്ട് ബേസ്ഡ് വേജസ് ഈസ് നോൺ ആസ് പീസ് റേറ്റ് വേജസ്. One among the following is not appearing in the profit and loss account. താഴെ പറയുന്നതിൽ ഒരെണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതല്ല. ഡിപ്രീസിയേഷൻ, ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവ്, ട്രേഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതാണ് ഡിപ്രീസിയേഷനും സ്പെസിഫിക് റിസർവ്, അതായത് പ്രൊവിഷൻ, ട്രേഡ് പ്രോഫിറ്റ്, ഇതെല്ലാം വരും. ജനറൽ റിസർവ് മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരത്തില്ല. കാരണം ജനറൽ റിസർവ് എന്ന് പറയുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടിലെ ലാഭം ആണെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. അപ്പോൾ ലാഭം കണ്ടതിന് ശേഷം മാത്രമേ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാണ് ജനറൽ റിസർവ്. അതുകൊണ്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരില്ല. എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു റെക്ടിഫൈ ഡാഷ് എറേഴ്സ്. സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന എങ്ങനെയുള്ള തെറ്റുകൾ തിരുത്തുന്നതിനാണ്. കോമ്പൻസേറ്റിംഗ്, വൺ സൈഡഡ്, ഓൾ എറേഴ്സ്, പ്രിൻസിപ്പിൾ. വൺ സൈഡഡ് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. റിപ്പേഴ്സ് ടു ബിൽഡിംഗ് ഈസ് എ ഡാഷ് എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ, റവന്യൂ, ഡെഫേർഡ് റവന്യൂ, നൺ ഓഫ് ദിസ്. റിപ്പേഴ്സ് ടു ബിൽഡിംഗ് റിപ്പയർ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണെന്ന്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. വെൻ നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ഡ്രോയർ, ദി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ് നോട്ടിംഗ് ചാർജ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ഡ്രോയിസ് അക്കൗണ്ട്. നോട്ടിംഗ് ചാർജ് ഡ്രോയറാണ് കൊടുക്കുന്നത്. അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഡ്രോയിസ് അക്കൗണ്ടിനെ വേണം ഡെബിറ്റ് ചെയ്യാൻ. റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ ഈസ് എ സമ്മറി ഓഫ് ഡേ ബുക്ക്, ലെഡ്ജർ, ക്യാഷ് ബുക്ക്, ജേണൽ. ഒരു നോൺ ട്രേഡിംഗ് സ്ഥാപനത്തിൻ്റെ റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്തിൻ്റെ സമ്മറി ആയിട്ടാണ്? ക്യാഷ് ബുക്കിൻ്റെ സമ്മറിയാണ്. Petty cash book is maintained to record small expenses, small payments, all expenses, small receipts. പെറ്റി ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്നത് സ്മോൾ പേയ്മെൻറ്റ്സ്, ചെറിയ ചെലവുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ് ഡെപ്പോസിറ്റ്. നേരത്തെ ഒന്ന് ചോദിച്ചിരുന്നതാണ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഷോൺ. അസറ്റ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ റിസർവ്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഒരു സ്ഥിര ആസ്തി വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എവിടെയാണ് കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു ഡ്രോയർ, ഡ്രോയി, അക്സെപ്റ്റർ, ഡെറ്റർ. നോട്ടിംഗ് ചാർജ് ഈസ് നോട്ട് ആൻ എക്സ്പെൻസ് ടു ഡ്രോയർ. ഡ്രോയറെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് അല്ല, ശരിക്കും ഡ്രോയിയെ സംബന്ധിച്ചാണ് അത് എക്സ്പെൻസ്. ഡ്രോയർ ആദ്യം അത് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഡ്രോയുടെ കയ്യിൽ നിന്ന് തിരിച്ച് കിട്ടുന്നതാണ്. ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഫിക്റ്റീഷ്യസ്, ഫിക്സഡ്, സർക്കുലേറ്റിംഗ്, ഇൻഡാക്റ്റീവ്. ഫ്ലോട്ടിംഗ് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് സർക്കുലേറ്റിംഗ് അസറ്റ് എന്നാണ് പറയുക. ഫ്ലോട്ടിംഗ് അസറ്റ്, സർക്കുലേറ്റിംഗ് അസറ്റ്, ഇതെല്ലാം കറണ്ട് അസറ്റ്സിൻ്റെ മറ്റ് പേരുകളാണ്. ഇൻ പർച്ചേസസ് ബുക്ക് ഓൾ ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ക്രെഡിറ്റ്, ക്യാഷ് എന്നൊക്കെയാണ് ഓപ്ഷൻ. ക്രെഡിറ്റ് പർച്ചേസുകളാണ് അവിടെ. ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് പർച്ചേസാണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുന്നത്. പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ്, വേരിയബിൾ, ഫിക്സഡ്, പ്രൈം, ഓവർഹെഡ്. പീരീഡ് കോസ്റ്റ് ആർ ഫിക്സഡ് കോസ്റ്റ്. Profit earned at the time of reissue of forfeited shares will be transferred to dash account. Share capital, profit and loss, capital reserve, reserve capital. Profit earned at the time of reissue of forfeited shares will be transferred to capital reserve account. Work in progress is generally valued at market price, cost price, selling price, cost price or market price, whichever is less. Work in progress അത് പ്രൊഡക്ഷൻ ആയിട്ടില്ല, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല, എന്നാൽ വർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്താണ്. അത് കോസ്റ്റ് പ്രൈസിലാണ് കണക്കാക്കുക. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അപ്പിയേഴ്സ് ഇൻ ദ ട്രയൽ ബാലൻസ് ടേക്കൺ ഉള്ളി. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ട്രയൽ ബാലൻസിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് കാണിക്കുക? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. If barred debts once written off, subsequently recovered, it will be shown.
ഒരു പ്രാവശ്യം ബാഡ് ഡെറ്റായിട്ട് എഴുതി പിന്നീട് നമുക്കത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതെവിടെയാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫൈനലി അഡ്ജസ്റ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ്, ക്യാപിറ്റൽ, ട്രേഡിങ്, ബാങ്ക്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവസാനം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്ലെയിംസ് അഗൻസ്റ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി, ടോട്ടൽ ഇക്വിറ്റി, ക്യാപിറ്റൽ. ക്ലെയിംസ് അഗൻസ്റ്റ് ദ അസറ്റ്സ് ഓഫ് ബിസിനസ് ഫേം ഈസ് കോൾഡ് ടോട്ടൽ ഇക്വിറ്റി. അതായത് ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്നുള്ള ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലെയിംസ് അഗൻസ്റ്റ് ദ അസറ്റ്സ് ഓഫ് എ ബിസിനസ് ഫേം ഈസ് കോൾഡ് ടോട്ടൽ ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ലയബിലിറ്റി. ടോട്ടൽ ഇക്വിറ്റിയാണ്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി ഓണേഴ്സ് ഇക്വിറ്റിയും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഇക്വിറ്റി. ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റി ഏതാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ടോട്ടൽ ഇക്വിറ്റി. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ സെയിൽസ് ബുക്ക്, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ജേണൽ പ്രോപ്പർ. അത് ആൻസർ ജേണൽ പ്രോപ്പറാണ്. ക്രെഡിറ്റ് ആയിട്ട് സ്ക്രാപ്പ് വിറ്റ് കഴിഞ്ഞാൽ ജേണൽ പ്രോപ്പറിലാണ് വരിക. ഓൾ നോമിനൽ അക്കൗണ്ട്സ് ടോട്ടൽസ് ആർ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ പാസിംഗ് ക്യാഷ് എൻട്രി. ഏത് എൻട്രി ഉപയോഗിച്ചാണ് നോമിനൽ അക്കൗണ്ടുകളുടെ ടോട്ടൽ ട്രേഡിംഗ് ആൻഡ് ബിയാൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നത്? ക്ലോസിംഗ് എൻട്രി, ഓപ്പണിംഗ് എൻട്രി, ട്രാൻസ്ഫറിംഗ് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി. അതിൻ്റെ ആൻസർ ക്ലോസിംഗ് എൻട്രി എന്നാണ്. അൺകോൾഡ് പോർഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് റിസർവ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ബയർ, സെല്ലർ, ക്രെഡിറ്റർ. നൺ ഓഫ് ദീസ്. ഡെബിറ്റ് നോട്ട് തയ്യാറാക്കുന്നത് ബയറാണ്. ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്ന സെല്ലറുമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടാണ്. അത് നോൺ ട്രേഡിംഗ് സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ട കണക്കാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമായിട്ടുള്ളതാണ്. അത് നോമിനൽ അക്കൗണ്ടാണ്. ഇൻകം ടാക്സ് ഓഫ് ദ ഓണർ ഓഫ് ദ ബിസിനസ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, പി ആൻഡ് എൽ അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. അപ്പം ഇതിൽ നിന്ന് അക്കൗണ്ടൻസി സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നത്. നിങ്ങൾ പല പ്രാവശ്യം കേട്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം.